കൈവത്താൻ പോകുന്നതിന് നേരെ മലപ്പുറം ജില്ലയിലേക്കാണ് ഇത്തവണ മലപ്പുറത്ത് മുഴുവൻ സീറ്റുകളും നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു.ഡി.എഫ്. പൊന്നാനിയിൽ ഉൾപ്പെടെ അട്ടിമറി ഉണ്ടാകുമെന്ന യു.ഡി.എഫ് നേതൃത്വം കണക്കുകൂട്ടുന്നു. അതേസമയം നേരത്തെ ഉണ്ടായിരുന്ന തവനൂർ, പൊന്നാനി സീറ്റുകൾ നിലനിർത്തുന്നതിനോടൊപ്പം തിരൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ.ഡി.എഫ്. പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടന്നതായും എൽ.ഡി.എഫ് വിലയിരുത്തുന്നു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ മലപ്പുറത്തേക്ക് എത്തുമ്പോൾ വലിയ ആത്മവിശ്വാസം യു.ഡി.എഫ് എക്കാലം എന്നതുപോലെ മുറുകെ പിടിക്കുന്നുണ്ട്. പക്ഷേ എൽ.ഡി.എഫും ഒട്ടും പ്രതീക്ഷകളുടെ കാര്യത്തിൽ പിന്നിലല്ല എന്നുള്ളതാണ്. ഇക്കുറി നമുക്കറിയാം വലിയൊരു പോരാട്ടം നടന്ന പല മണ്ഡലങ്ങളും ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. പലയിടത്തും ഒരു ജീവൻ മരണ പോരാട്ടം അല്ലെങ്കിൽ അഭിമാന പോരാട്ടം നടന്നു തന്നെയാണ്. അവിടങ്ങളിലൊക്കെ എന്താകും ഭാവി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ എന്താണ് മലപ്പുറത്തെക്കുറിച്ചുള്ള ജംഷീറിന്റെ പ്രതീക്ഷകൾ? ജിൽസി, നമുക്കറിയാവുന്നതുപോലെ മലപ്പുറത്തിന് കൃത്യമായ ഒരു പാറ്റേൺ എല്ലാ തെരഞ്ഞെടുപ്പുകളിലുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ യു.ഡി.എഫിന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വലിയ സർവാധിപത്യമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ ഇന്ന മണ്ഡലങ്ങളിൽ യു.ഡി.എഫ് വിജയിക്കുമെന്ന് കൃത്യമായി നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറയാം. ചില പൊന്നാനി, തവനൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ എൽ.ഡി.എഫിന് ലഭിക്കും. ബാക്കി വരുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ യു.ഡി.എഫ് വിജയിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പം 16 മണ്ഡലങ്ങളിൽ നേരത്തെ 12-4 എന്നുള്ളതായിരുന്നു. അതിനുശേഷം പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി യു.ഡി.എഫിലേക്ക് തന്നെ നിലമ്പൂർ യു.ഡി.എഫ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിലവിൽ താനൂരും തവനൂരും പൊന്നാനിയുമാണ് എൽ.ഡി.എഫിനൊപ്പം ഉള്ളത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളും യു.ഡി.എഫിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി ഒരു അട്ടിമറി സാധ്യത കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് തവനൂരിലും പൊന്നാനിയിലും ഒക്കെ ഇത്തവണ യു.ഡി.എഫ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട മണ്ഡലം പൊന്നാനിയാണ്. പ്രത്യേകിച്ച് അവിടെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് അത് യു.ഡി.എഫിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളൊരു വിലയിരുത്തൽ യു.ഡി.എഫിനുണ്ട്. പ്രത്യേകിച്ച് എൽ.ഡി.എഫിന്റെ ആധിപത്യമുള്ള വെളിയങ്കോട് പഞ്ചായത്തിൽ ഉൾപ്പെടെ പല ബൂത്തുകളിലും, പ്രത്യേകിച്ച് ഏതാണ്ട് 7ഓളം ബൂത്തുകളിൽ നിന്ന് യു.ഡി.എഫിന് അനുകൂലമായ സാഹചര്യം അല്ലെങ്കിൽ വോട്ടുകൾ ലഭിച്ചു എന്ന കണക്കൂട്ടലുണ്ട്. അപ്പോൾ അത്തരത്തിൽ പൊന്നാനി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയൊരു ആത്മവിശ്വാസം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ യു.ഡി.എഫ് വെച്ച് പുലർത്തുന്നു. അതേ സമാനമായ രീതിയിൽ തന്നെ തവനൂരിലേക്ക് വരികയാണെങ്കിലും തവനൂരിലും സമാനമായ രീതിയിൽ വി.എസ്. ജോയിയും കെ.ടി. ജലീലും തമ്മിലുള്ള മത്സരത്തിൽ ഇരു വിഭാഗവും ഒരേ രീതിയിൽ തന്നെ മുന്നേറ്റം പറയുന്നു. ഏതാണ്ട് 5-ന് മുകളിൽ 5-നും 6-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് എൽ.ഡി.എഫ് കേന്ദ്രം പറയുന്നു. അതേസമയം തന്നെ യു.ഡി.എഫ് കേന്ദ്രവും അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയും ഒരു കോൺഫിഡൻസോട് കൂടി യു.ഡി.എഫിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് നാളെ നോക്കി കാണേണ്ടത്. മറ്റൊരു മണ്ഡലം എന്നുള്ളത് നേരത്തെ സിറ്റിംഗ് എം.എൽ.എ ആയിരുന്ന താനൂരിൽ നിന്ന് വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറി. തിരൂരിൽ നടന്നൊരു പോരാട്ടമാണ്. അവിടെ കുറുക്കോളി മൊയ്തീനും നിലവിലെ മന്ത്രി വി അബ്ദുറഹ്മാനും തമ്മിലുള്ള മത്സരം, അവിടെ കടുത്ത മത്സരം നടന്നു എന്നുള്ളത് കൃത്യമാണ്. അവിടുത്തെ മത്സരത്തിന്റെ ഫലം കൂടി നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് അവിടെ യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് വന്നതാണ്. അവർ ആ രീതിയിലുള്ള പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കണ്ട് തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ യു.ഡി.എഫ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം താനൂരിൽ നിന്ന് സിറ്റിംഗ് സീറ്റ് ഒഴിവാക്കി ഇങ്ങോട്ട് വരികയാണ്. അവിടെ വിജയിക്കുക എന്നുള്ളത് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജിയാണ്. അപ്പോൾ അത്തരത്തിൽ ശക്തമായ മത്സരങ്ങൾ നടന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് തിരൂരും തവനൂരും പൊന്നാനിയുമാണ്. ഇവിടങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതോടൊപ്പം തന്നെ വേങ്ങരയിലും അതോടൊപ്പം മങ്കടയിലും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും ശക്തമായ മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും പൊതുവെ യു.ഡി.എഫിന് അനുകൂലമായ സാഹചര്യമാണ് എന്നുള്ളതാണ്.